പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരു നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ സാക്ഷിയായി, വചനത്തിൻ്റെ സാക്ഷിയായി ഈ ഡെയിലി പ്രോമിസ് വേർഡ് എന്ന ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ മധ്യേ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ക്രിസ്തുവിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി കർത്താവ് ഈ പകലിൽ മാറ്റട്ടെ. വലിയ ദൈവപ്രവൃത്തിയുടെ സാക്ഷ്യമുള്ള ദിവസമായിട്ട് കർത്താവ് മാറ്റട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ സേവിക്കുന്ന നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അത്ഭുതവാനാണ്, അതിശയവാനാണ്. തനിക്കൊരു അത്ഭുതം ചെയ്യാൻ ആരുടെയും സഹായം വേണ്ട. താൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാം. 2-ാം വാക്യം, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അബ്രഹാമിന്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം അബ്രഹാമിനോട് പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകും. അബ്രഹാമിന് മക്കളില്ലാതെ ദീർഘവർഷങ്ങൾ കുടുംബജീവിതത്തിൽ മക്കളില്ലാത്ത നിലകളിലുള്ള വലിയ ദുഃഖവും നിന്ദയും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം അബ്രഹാമിന്റെ മുൻപിൽ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ തൻ്റെ ജനത്തിൻ്റെ, തന്നെ അനുസരിക്കുന്നവൻ്റെ ജീവിതത്തിലെ ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാൻ എന്ന് അബ്രഹാമിനോട്, അബ്രഹാമിൻ്റെ ദൈവമായ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അബ്രഹാമിന് മക്കളില്ലാതെ ഇരുന്ന കാലങ്ങളെ മാറ്റി അബ്രഹാമിന് മക്കൾ നൽകി കൊടുക്കാൻ ദൈവം ശക്തനാണ്. ഏത് സാഹചര്യങ്ങളും മക്കളില്ലാത്ത അനുഭവത്തിനകത്ത് അബ്രഹാമിന് പ്രതികൂലമായിരിക്കുന്നുവോ ആ സാഹചര്യത്തെയൊക്കെ മാറ്റി മക്കളെ നൽകാൻ ദൈവം ശക്തനാണെന്ന് അബ്രഹാമിനോട് അറിയിച്ചു. പിന്നീടുള്ള അബ്രഹാമിന്റെ കാലങ്ങളിൽ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസഹാക്കിനെ ദൈവം അബ്രഹാമിന് നൽകി. ഇസഹാക്കിലൂടെയൊക്കെ നിരവധി മക്കൾ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ഒരു വലിയ ജനറേഷനായിട്ട് മാറാൻ ദൈവം അബ്രഹാമിന്റെ കുടുംബത്തെ സഹായിച്ചു. ഒടുവിൽ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് അബ്രഹാമിന്റെ പരമ്പരയിൽ ഈ ഭൂമിയിൽ വരികയും തൻ്റെ ദൗത്യം നിർവഹിച്ച് തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയി. അവനിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളും വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിൻ്റെ ആത്മിക സന്തതികളായി ദൈവവചനത്തിൽ നമുക്ക് കാണുന്നു. നമ്മളെല്ലാം അബ്രഹാമിൻ്റെ ആത്മിക സന്തതികളാണ്. ദൈവം സകലത്തിനും മതിയായൊരു ദൈവമായി
അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായി. ഇന്ന് ഈ വചന സന്ദേശങ്ങൾ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉള്ള വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞതുപോലെ, ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് പറഞ്ഞതുപോലെ, ഈ ദൈവിക സന്ദേശങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ വിളിക്കുന്ന ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. നിങ്ങളുടെ ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ആശ്രയിക്കാം. സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചിന്താഭാരങ്ങൾ നിങ്ങളെ അലട്ടി, മരിച്ചാൽ കൊള്ളാമായിരുന്നുവെന്ന ചിന്തകൾ നിങ്ങൾക്കുണ്ടായി. അവിടെ എല്ലാം ശത്രു നിങ്ങളുടെ ഹൃദയത്തെ വശീകരിച്ചെടുത്ത് ജീവിതത്തിൽ സ്വസ്ഥത കുറവുണ്ടാക്കി, ജീവിതത്തെ ഓർത്തുള്ള ആധികൾ പെരുകി. എന്നാൽ അവിടെയെല്ലാം നിങ്ങളെ നശിപ്പിച്ച് കളയുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ടനായ പിശാച് കൊണ്ടുവരുന്ന ഓരോ നിരാശയുടെയും ഭയത്തിൻ്റെയും അനുഭവത്തെ ഇന്ന് ഈ പ്രഭാതത്തിലൊന്ന് എടുത്തു മാറ്റിയിട്ട് ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ കഴിയട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിഷയത്തിനും ഒരു മറുപടി ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഇത് നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളെ സ്ട്രെസ് ചെയ്യിപ്പിക്കുന്ന നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. അത് ദൈവസന്നിധിയിൽ നമുക്ക് വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. അതിൻ്റെ മേൽ കർത്താവ് അത്ഭുതം ചെയ്യും. കാരണം സർവശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. അപ്പോൾ നിരവധി ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന അങ്ങയുടെ മഹത്വമുള്ള പ്രവൃത്തി ഓരോ കുടുംബങ്ങളിൽ കാണുന്നൊരു മാസമായി ഈ ഏപ്രിൽ മാസത്തെ കർത്താവ് അനുഗ്രഹിച്ചു. നിരാശയുടെയും മെന്റലി സ്ട്രെസ് ആക്കുവാൻ കാരണമാകുന്ന കാര്യങ്ങളെയും സൗഖ്യമാക്കി പരിഹരിച്ച് നിന്റെ മക്കൾക്കൊരു അനുഗ്രഹമാക്കി സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ സഹായിക്കുന്നതിനായി സ്തോത്രം. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സ്ട്രെസ്സുകൾ മാറട്ടെ, പ്രാർത്ഥനയുടെ മറുപടികൾ കാണട്ടെ, സൂയിസൈഡ് മനോഭാവങ്ങളെ കർത്താവ് മാറ്റി ദൈവശക്തിയിൽ ആശ്രയിക്കുന്ന മക്കളായി ഹൃദയത്തെ രൂപാന്തരപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടാകട്ടെ. അവിടുത്തെ പ്രവർത്തിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങിൽ ആശ്രയിച്ച് നിന്റെ മക്കളുടെ വിഷയങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സാമ്പത്തികപരമായും കർത്താവെ, കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായും സാമ്പത്തികപരമായ വിഷയങ്ങൾക്ക് മറുപടിയായും കടബാധ്യതകൾ നിമിത്തമുള്ള ഭാരങ്ങളാൽ വലയുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ സഹായിക്കണമേ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഈ ദിവസങ്ങളിൽ വലിയവനായ ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഓരോ കുടുംബങ്ങളിൽ തലമുറകൾക്ക് വേണ്ടിയുള്ള ജോലിക്കായി പ്രാർത്ഥിക്കുന്നവർ, ജോലിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ ഒരു വലിയ വിടുതൽ നൽകി ദൈവം മാനിക്കുന്ന ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ മാറ്റുന്നതിനായിട്ട് നന്ദി പറയുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കി അബ്രഹാമിൻ്റെ ദൈവം അബ്രഹാമിൻ്റെ വിഷയത്തെ പരിഹരിച്ചതുപോലെ ഈ ദൈവിക സന്ദേശങ്ങൾ കേൾക്കുന്ന ഓരോ മക്കൾക്കും സർവശക്തനായ ദൈവമായി അങ്ങ് കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.